അവർക്ക് 18 മണിക്കൂറാണ് ജോലി, ശമ്പളം കൊടുക്കുന്നില്ല, താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല, മാനേജ്മെൻറ്റോട് ശമ്പളം കൊടുത്താലും വെള്ളം വരെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഞാൻ പഠിച്ച് അതിലെല്ലാ മാനുഷികപരമായ കാര്യവും മനസ്സിലാക്കിയ സമയത്താണ് ജാസ്മിൻ ഷാ വിളിക്കുക. അപ്പം ഞാൻ ജാസ്മിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ എറണാകുളത്ത് നിന്ന് ഓടി തൃശ്ശൂർ എത്തുന്ന സമയം വരെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. തൃശ്ശൂർ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പോലീസിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. യുവമോർച്ച എന്നുള്ള പ്രസ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ പിടിച്ച് ചെയ്യുക, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല, വലിയൊരു മാഫിയ സംഘങ്ങളാണ്. എന്നെക്കാളും നിങ്ങൾക്കറിയാം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, യാതൊരു സംശയവും വേണ്ട, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ സംഘടനയുടെ ഒരു കാര്യം കാണാൻ വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ നേരെ തുറന്ന മനസ്സോടെ ഇങ്ങോട്ട് പോരൂ. നമസ്കാരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ സമരത്തിന് വളരെ വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 40,000 രൂപ മിനിമം വേതനം നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും നഴ്സുമാർ ഉന്നയിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മാനവീയം വീതിയിൽ നടന്ന നഴ്സുമാരുടെ ഒരു പരിപാടിയിൽ തിരുവനന്തപുരം മേയറായ ശ്രീ VV രാജേഷ് സംസാരിച്ച വാക്കുകൾ കേൾക്കാം. ഡിസംബർ 26-ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായതിനു ശേഷം ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പൊതുയോഗം പോലുള്ള പരിപാടികൾ. ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ശ്രീ ഷാജൻ സ്കറിയ എന്നോട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ സമരം നടക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റെവിടെയെങ്കിലും ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പ്രസംഗിക്കണമെന്നല്ല, ഒന്ന് കാണാമായി എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അതിനുശേഷമാണ് സാഹചര്യങ്ങൾ മാറുകയും ഈ മാനവീയ വീതിയിൽ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, 2 മാസമാണ് ആയത് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട്. എന്നാൽ ജാസ്മിൻ ഷാ സൂചിപ്പിച്ചു, 2010-2013 കാലഘട്ടത്തിൽ, ഇന്നേക്കൊരു 10-13 വർഷം മുമ്പ് ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ ദിവസങ്ങളിലാണ് ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോള്, ജാസ്മിൻ ഷായുടെ ഒരു കോള് വരുന്നത്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത് പോലെയാണ് ആ കോള്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. ചേട്ടാ, ഞങ്ങൾ നഴ്സുമാരാണ്, തൃശ്ശൂർ മദർ ഹോസ്പിറ്റൽ ഞങ്ങൾ സമരം ചെയ്യുകയാണ്. പോലീസ് വൈകുന്നേരം ഇതുപോലെ എന്നെ വിളിക്കുന്നത് 4 മണിക്കോ 3 മണിക്കോട്ടാണ്. ഞാനപ്പോൾ എറണാകുളം ഭാഗത്തൂടെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുക, ഒരു മീറ്റിൽ പങ്കെടുത്തുകൊണ്ട്. പോലീസ് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ തന്നെ ലാത്തി ചാർജ് ചെയ്യും, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾക്ക് വേറെ ആരെയും പരിചയമില്ല, എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇന്ത്യയിലെമ്പാടും നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സമരവും ആവശ്യങ്ങളൊക്കെ തന്നെ. സമരം ചെയ്യാൻ പാവങ്ങൾക്ക് പേടിയായതുകൊണ്ട് അവർ പറ്റുന്ന മാധ്യമങ്ങളെയൊക്കെ അറിയിച്ച് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോഴാണ് ഒരു ദിവസം രാത്രി ബെഞ്ചാര ഹിൽസ്, ഹൈദരാബാദ് നിന്ന് കുറച്ച് നഴ്സുമാർ, മലയാളി നഴ്സുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് 18 മണിക്കൂറാണ് ജോലി, ശമ്പളം കൊടുക്കുന്നില്ല, താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല, മാനേജ്മെൻറ്റോട് ശമ്പളം കൊടുത്താലും വെള്ളം വരെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഞാൻ പഠിച്ച് അതിലെല്ലാ മാനുഷികപരമായ കാര്യവും മനസ്സിലാക്കിയ സമയത്താണ് ജാസ്മിൻ ഷാ വിളിക്കുക. അപ്പം ഞാൻ ജാസ്മിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ എറണാകുളത്ത് നിന്ന് ഓടി തൃശ്ശൂർ എത്തുന്ന സമയം വരെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. തൃശ്ശൂർ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പോലീസിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. യുവമോർച്ച എന്നുള്ള പ്രസ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ പിടിച്ച് ചെയ്യുക, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ നിന്ന് ഞാൻ അപ്പം തന്നെ പാർട്ടി മീറ്റിങ്ങിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മദർ ആശുപത്രിയില്ല. ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവർ റോഡിൻ്റെ സൈഡിൽ, പ്രൈവറ്റ് ബസ്സൊക്കെ ഓടുന്നതിൻ്റെ സൈഡിൽ ശക്തമായിട്ട് പോലീസുമായിട്ട്, അന്ന് ഇത്രയും നമ്പറൊന്നുമില്ല, പേടിച്ചാണ് കുട്ടികളൊക്കെ, നഴ്സുമാരൊക്കെ. ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല, വലിയൊരു മാഫിയ സംഘങ്ങളാണ്. എന്നെക്കാളും നിങ്ങൾക്കറിയാം, സ്റ്റെൻറ്റും വെന്റിലേറ്ററും ഒക്കെ ആയിട്ട് മെല്ലിട്ട് നടക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവരെ പേടിച്ചാരും ഒന്നും സമരത്തിനൊന്നും വരാത്ത കാലഘട്ടത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ നിന്ന് ഒരു അറസ്റ്റൊന്നും ചെയ്തില്ല, ശക്തമായിട്ട് നേരിട്ട് തരണം ചെയ്തു. അതിനുശേഷം UNA-യുടെ എല്ലാ സമരങ്ങളിലും ഞാൻ യുവമോർച്ചയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കുകയും കേരളം മുഴുവനും നിങ്ങൾ നടത്തുന്ന സമര പരിപാടികൾക്ക് എൻ്റെ സംഘടനയുടെ പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. 2ാമത്തെ സമരം അങ്കമാലി അമൃത 2ാമത്തെ സമരം അമൃതയിലായിരുന്നു, ഞാൻ അവിടെ ഇടപെട്ടു. 3ാമത് അങ്കമാലി LF, 4ാമത് ലേക്ക് ഷോർ. ഈ 4 സമരങ്ങളിലും ഏറ്റവും കൂടുതൽ ജാസ്മിൻ ഷാ കഴിഞ്ഞാൽ ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക്
ഞാൻ ആ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് 13 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ, കാരണം നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ സന്ദർശിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും വേദനയും അറിയാവുന്നവരാണ് ഞാൻ. അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വേദനാജനകമാണ്. തീർച്ചയായിട്ടും 40,000 രൂപയാണ് നിങ്ങളുടെ കണക്കൂട്ടി വരുമ്പോഴേക്കും ഒരു മാസം ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ലഭിക്കണം. അത് ലഭിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും നിങ്ങൾ പോകണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, യാതൊരു സംശയവും വേണ്ട, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ സംഘടനയുടെ ഒരു കാര്യം കാണാൻ വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ നേരെ തുറന്ന മനസ്സോടെ ഇങ്ങോട്ട് പോരൂ. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും, കാരണം നിങ്ങൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി രാത്രിയും പകലും അധ്വാനിക്കുന്നവരാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, അങ്ങനെ അങ്ങ് എല്ലാത്തിനെയും ചെറുത്ത് നിൽപ്പിക്കാൻ പറ്റിയ ശക്തിയൊന്നും ഈ നാട്ടിലില്ല. പിന്നെ 35 പ്രതിപക്ഷ കൗൺസിലർമാരെ വെച്ചുകൊണ്ട് 5 വർഷം സമരം ചെയ്ത് ഒരു ഭൂതം നിധികാക്കുന്നത് പോലെ ചിലർ സംരക്ഷിച്ച കോട്ട കൊത്തളങ്ങളെ ചവിട്ടി പൊളിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള സഹായവും ചെയ്തു തരാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ ന്യായമാണ് നിങ്ങളുടെ ആവശ്യം. പിന്നെ ആശുപത്രി മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ അവർക്കൊക്കെ ചില ടൈപ്പുകളൊക്കെ പലയിടത്തും ഉണ്ടാകും. എന്തായാലും തിരുവനന്തപുരത്ത് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഞങ്ങളും കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾക്കും ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ പാർക്കിംഗ് വിഷയമായിട്ട് ഞാൻ രാവിലെ ശ്രീ ഷാജൻ സ്ക്രീ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എല്ലാ കാര്യത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും ചെയ്തുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.